അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാനൊരു മൈക്രോവോണിൻ്റെ വർക്കിലായിരുന്നു. അപ്പോൾ കസ്റ്റമർ മാഗ്നറ്റോ മാറ്റാൻ പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ആംപ്ലിഫയർ കാണുമ്പോൾ പിന്നെ തമിഴ്നാട് ബസ്സുകളാണ് ഓർമ്മ വരുന്നത്. അതായത് മിക്ക ബസ്സുകളിലും ഇതുപോലെ ഉള്ള സെറ്റുകളായിക്കാരം. പിന്നെ FM ഉണ്ടാവും. ഇതിന് പിന്നെ FM ഒന്നും ഇല്ല. ഇത് നമ്മൾ USB മോഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പുള്ളി വർക്ക് ചെയ്യുന്നത് സേലത്താണ്. സേലത്ത് നിന്ന് അസംബിൾ ചെയ്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 മാസം മുന്നേ പിന്നെ പുതിയ സാധനമാണ്, അത് അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. 4 മാസം മുന്നേ പിന്നെ അസംബിൾ ചെയ്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നാട്ടിൽ നിന്ന് പിന്നെ അത് വർക്ക് ചെയ്യാതിരുന്നിട്ട് നാട്ടിൽ നിന്ന് ഒരാൾ ഇതിൻ്റെ USB മോഡുകൾ മാറ്റി. പിന്നെ ഇപ്പം അടുത്തിട്ട് പിന്നെ ഒരാഴ്ച മുന്നേ പിന്നെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് എന്താ പ്രോബ്ലം എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആംപ്ലിഫയർ ഒന്ന് ഊരി നോക്കാം എന്താ പ്രോബ്ലം എന്നറിയാം. ഇത് ജസ്റ്റ് 2.1 ഒന്നല്ല കേട്ടോ, അതായത് സ്റ്റീരിയോ മാത്രമേ ഉള്ളൂ. USB എന്ന് ഓക്സിലേക്ക് സ്വിച്ച് ചെയ്യാനൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഓക്സ് ചേഞ്ച് ചെയ്യാനൊരു സ്വിച്ച് ഉണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ ബാസ്, ട്രബിൾ, മാസ്റ്റർ വോളിയം. ഇത് സാധാരണ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, ഇത് കോയമ്പത്തൂർ ഞാൻ സ്പെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സ്ഥിരം മിക്ക ബസ്സിലും ഈ ഒരു സെറ്റ് ആയിക്കാറ്. ഇത് സാധാ നമ്മളെ ക്യാബിനറ്റ് വാങ്ങിയിട്ട് അസംബിൾ ചെയ്യാനാണ്, ബോർഡും ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ട്. അല്ലാതെ ഇത് കമ്പനി സാധനമൊന്നുമല്ല. അപ്പോൾ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിവിടെ ഒരു പിന്നെ ട്യൂണർ ഉണ്ടാകുക FM-ൻ്റെ. ഇതിൻ്റെ FM ഒന്നുമില്ല. FM ആൻറ്റനിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഊരി നോക്കിയാലറിയാം ബാക്കി എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ പുള്ളി സേലത്തുനിന്ന് 4 മാസം മുന്നേ അസംബിൾ ചെയ്താണ്. പുതിയ സാധനമാണ്, അധികം യൂസ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. കണ്ടാൽ തന്നെ നമുക്ക് അറിയേണ്ട ഒരു പുതിയ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 മാസം മുന്നേ ചെയ്തിട്ട് 2 മാസം വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെ USB മൊഡ്യൂൾ പോയിട്ട് നാട്ടിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മാറ്റിയതായിരുന്നു. അത് നമുക്ക് ഇവിടെ കാണാനും ഉണ്ട്. നാട്ടിൽ നിന്ന് നമ്മൾ 150 രൂപയുടെയൊക്കെ 160 രൂപയുടെയൊക്കെ USB മൊഡ്യൂളാണ് കൊടുത്തിട്ടുള്ളത്. സേലത്ത് നിന്ന് ആ പുള്ളി ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ നല്ല ക്വാളിറ്റി കൂടിയതാവും. അപ്പോൾ ഏതൊക്കെയാന്ന് നമുക്ക് ഊരി നോക്കാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പവർ ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. USB വരുന്നില്ല. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പവർ LED വർക്ക് ചെയ്യുന്നുണ്ട്. USB മൊഡ്യൂളിൽ സ്വിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് വർക്കിംഗ് അല്ല. ഇതൊക്കെ എന്തോ ബാലൻസിൻ്റെ എന്ന് തോന്നുന്നു. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആംപ്ലിഫയറിൻ്റെ അകത്തുള്ള ബോർഡും കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ല രീതിയിലുള്ള വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സേലത്തുനിന്ന് പുള്ളി ചെയ്ത വർക്ക്, ഇതിപ്പോൾ നാട്ടിൽ നിന്ന് ചെയ്ത പുള്ളി ചിലപ്പോൾ ഈ ഒരു USB മൊഡ്യൂൾ മാത്രം മാറ്റിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇലക്ട്രോണിക്സ് ഷോപ്പിലൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാവും, നല്ല വൃത്തിയിൽ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫോമറൊക്കെ നല്ല ട്രാൻസ്ഫോമർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വായിക്കാറുള്ളതാണ് ഈ മാക്സ് വർത്തിൻ്റെ. ഇത് 24 5 ആംസ് ഡുവൽ സപ്ലൈ വരുന്ന കോപ്പർ കാര്യങ്ങളൊക്കെയാണ്. ഇത് ഡുവൽ സപ്ലൈ വരുന്നതാണ്. 12 കൊടുക്കുന്നത്. നമ്മളെ നാട്ടിൽ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകളും ഒരേ 24 ആണെങ്കിൽ ഇവിടെ റെഗുലേറ്റർ ഐസ് വെച്ചിട്ടാവും ഫാനുക്കും USB മൊഡ്യൂൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടാകുക. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. കാരണം ഫാനിക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ട 12 വോൾട്ടിൽ നിന്ന് കൊടുത്തിട്ട് ഇതിലേക്ക് ഫാനിക്ക് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അത് നോയ്സ് അമ്മിങ്ങൊക്കെ നമുക്ക് പിന്നെ സ്പീക്കറിലൂടെ കയറി വരും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റെക്ടിഫൈ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കെൽട്രോൻ്റെ 5000 മൈക്രോഫാരഡിൽ വരുന്ന 50 വോൾട്ടിൻ്റെ 2 ഡുവൽ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വസന്ത് കമ്പനിയാണ്. ഞാൻ ഈ വസന്ത് കമ്പനി കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിക്കാം. നമ്മുടെ നാട്ടിലൊന്നും ഇത് വാങ്ങിക്കാൻ കിട്ടാറില്ല. പിന്നെ ഫിൽറ്റർ ബോർഡും കാര്യങ്ങളും ബാസ്റ്റബിൾ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ബോർഡ് യൂസ് ചെയ്തിട്ടുള്ളത് 7294 എന്നുള്ള ഡബിൾ ഐസ് വെച്ചിട്ടാണ്. ഈ ഐസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7294 പിന്നെ 100 വാട്ട്സാണ് വരുന്നത്. നമുക്ക് 200 വാട്ട്സാണ് ടോട്ടൽ ബോർഡ് കൊടുക്കുന്നത്. ഡബിൾ ഐ സിയാണ് വരുന്നത്. അതുകൊണ്ടാണ് 24 ഇതിലേക്ക് വോൾട്ട് വേണം. 12 വോൾട്ടിലല്ല ഇത് വർക്ക് ചെയ്യുക. ഇത് ഞാനൊക്കെ ആദ്യം ഇതിൽ ആംപ്ലിഫയർ ചെയ്യുന്നു. പക്ഷേ 7294 ഇപ്പോൾ പിന്നെ IC എന്തായാലും ഇപ്പോൾ ഒറിജിനൽ കിട്ടാനില്ല. പക്ഷേ ഇത് ഈ വസന്ത് ബോർഡ് നല്ല ബോർഡാണ് കേട്ടോ. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഈ ബോർഡ് നല്ല ബോർഡാണ്. പിന്നെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും. ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ വലിപ്പം എത്രയെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ വിരൽ വെക്കുന്ന സമയത്ത് നോക്കിക്കോളേ.
ഒരു 3 ഇഞ്ച് പോലും ഇല്ല ഒരു സൈഡ്. ഈ സൈഡ് നമുക്ക് 2 ഇഞ്ച് പോലും ഇല്ല. അത്രയും ചെറിയ മൈന്യൂട്ട് ബോർഡാണ്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് അറിയാം. അത്രയും ഇതാണ്. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയറാണിത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് ഇത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതന്നെ നമുക്ക് നല്ലൊരു സന്തോഷം. നമുക്കിങ്ങനെ വർക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ബാക്കിൽ ഒരു ഇൻപുട്ടുള്ളൂ കേട്ടോ വരുന്നത്. ഒരു ഇൻപുട്ടുള്ളൂ വരുന്നത്. ഇത് ഡമ്മിയാണ്. ഇത് രണ്ടും ഡമ്മിയാണ്. അതുപോലെ തന്നെ സ്പീക്കർ ലൈന് വരുന്നത് നമ്മളെ ഈ ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് ഡമ്മിയാണ്. പിന്നെ എന്തായാലും ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളൊരു ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലുള്ള കമ്പോണൻറ്റുകൾ, അതുപോലെ തന്നെ ഫിൽറ്റർ ബോർഡ്, അതുപോലെ തന്നെ വസന്തിൻ്റെ എല്ലാ ബോർഡൊക്കെ നല്ല ഇതാണ്. പക്ഷേ ഇതിൽ ഈ ഒരു USB മോഡുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണെങ്കിൽ പോലും ഇത് ശരിക്കും നമുക്ക് എങ്ങനെയെന്ന് അറിയാം. ഞാനിപ്പോൾ ഈ വീഡിയോ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ട് ഇപ്പോൾ നമ്മളിതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാതെ ഇപ്പോൾ ഞാൻ വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് വെക്കുമ്പോൾ നമ്മളെ USB ബോർഡിൻ്റെ ഇതിൻ്റെ ഔട്ട്പുട്ട് പോലെ ഇരിക്കും. നമ്മളിപ്പോൾ ഏത് STK ആണെങ്കിലും എന്താണെങ്കിലും അതിലല്ല കാര്യം. നമ്മൾ വെക്കുന്ന USB ബോർഡുകൾ അത്യാവശ്യം പിന്നെ നല്ല ക്വാളിറ്റിയിൽ ഇത് വെക്കണം. ഞാൻ വെക്കണത് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ വഴിയായി ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ എന്താ പ്രോബ്ലം എന്നുള്ളത് നോക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ നിന്നാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. നമ്മൾ കംപ്ലയിൻറ്റ് തീർക്കാനല്ല നോക്കുക. USB മോഡലിൻ്റെ കണക്ഷൻ ഞാൻ ഊരിയിട്ടുണ്ട്. ഇത് ശരിക്കും ഇതുപോലെ ചെയ്യരുത് കേട്ടോ. ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് ആ സേലത്തുള്ള പുള്ളി ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ പ്രോപ്പറായിട്ട് തന്നെയാവും. ഇത് നമ്മളെ മലയാളി ചെയ്തതായിരിക്കും. നാട്ടിൽ നിന്ന് മാറ്റിയ USB മോഡുകൾ ചെയ്ത ആൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ഒരിക്കലും ചെയ്തത് നമ്മൾക്ക് ഈ ഒരു വൈറ്റ് സ്ലീവ് ഇത് കട്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്ത് കഴിഞ്ഞാലാണ് അത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വർക്കിങ് കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇതൊക്കെ വാഹനങ്ങളിൽ ഉപയോഗിക്കണതാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. 5 വോൾട്ടിന് പകരം 12 വോൾട്ടാണ് വരുന്നത്. 12 വോൾട്ടാണ്. 12 വോൾട്ട് കയറി വന്നിട്ടാണ് USB മോഡുകൾ പോയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് USB മോഡുകളൊന്ന് പുറത്തെടുത്തിട്ട് നോക്കാം. USB മോഡുകൾ ഡെഡ് ആയിരിക്കാനാവും ചാൻസ്. കാരണം 12 വോൾട്ട് കയറി വന്നു കഴിഞ്ഞാൽ USB മോഡുകൾ പോകാൻ ചാൻസ് ഉണ്ട്. ഈ USB മോഡുകളിന് മെയിനായിട്ട് ഒരു കപ്പാസിറ്ററൊക്കെ വരുന്നതാണ്. ഇതൊന്നും അത് കാണുന്നില്ല. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിക്കണ കേവലം ചീപ്പ് റേറ്റിന് കിട്ടുന്നതാണ്. ഇത് ഒരിക്കലും വാങ്ങിക്കരുത്. നമ്മളൊരു 100 രൂപക്കും വേണ്ടിയിട്ട് കമ്മിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടില്ല. നമ്മൾ നല്ല രീതിയിലുള്ള ബോർഡും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് പോലെ ഇരിക്കും ഇതിൻ്റെ പെർഫോമൻസ്. അപ്പം വാങ്ങിക്കുമ്പോൾ നല്ല USB മോഡുകൾ വാങ്ങിക്കുക. അപ്പോൾ സേലത്തുള്ള പുള്ളി നല്ല രീതിയിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല ക്യൂട്ടാന്നൊക്കെ പറഞ്ഞ് മൂപ്പര് നല്ല രീതിയിലൊക്കെ വർണ്ണിച്ചു. പക്ഷേ ഇപ്പോഴാണ് കേട്ടോ പ്രോബ്ലങ്ങൾ കാണൽ തുടങ്ങിയത്. ഇത് ചിലപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് കമ്പോണൻറ്റ് വാങ്ങിച്ചിട്ട് PCB വാങ്ങി അസംബ്ലി ചെയ്ത ബോർഡാണോ സംശയമുണ്ട്. കാരണം കെൽട്രോൺ കപ്പാസിറ്റർ വെച്ചിട്ടുള്ള ഇതുപോലത്തുള്ള റെക്ടിഫൈ ബ്രിഡ്ജ് ബോർഡ് അടക്കം വാങ്ങിക്കാൻ കിട്ടും. അതിലൊക്കെ നല്ല രീതിയിൽ ഹീറ്റ് സിങ്ങറൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് 7805 പിന്നെ റെഗുലേറ്റർ IC ആണിത്. ഇതിൽ ഒരു ഹീറ്റ് സിങ് പോലും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ 12 വോൾട്ട് പിന്നെ റെക്ടിഫൈ ചെയ്യുന്നിടത്ത് മാത്രം ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. 7805ൻ്റെ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ കൊടുക്കാനുള്ള ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുള്ളി കപ്പാസിറ്റർ കൊടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് ഫാൾട്ടുകളും പ്രോബ്ലങ്ങളും കാണാണ്ട്. പക്ഷേ കെൽട്രോൻ്റെ ഒറിജിനൽ കപ്പാസിറ്റർ തന്നെയാണ് കേട്ടോ. 500 മൈക്രോ ഫാരഡിൻ്റെ 50 വോൾട്ടിൻ്റെ കപ്പാസിറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും പുള്ളി നല്ല കാര്യമാണ് ചെയ്തത്. ഇത് ഇങ്ങനെ സെപ്പറേറ്റ് കമ്പോണൻറ്റുകൾ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പൈസ കമ്മിയാവും. അതാവും പുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. കാരണം ഡയോഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ ഇനിയിപ്പോൾ ഈ പിന്നെ 5 വോൾട്ട് റെഗുലേറ്റർ ഊരിയിട്ട് ചെക്ക് ചെയ്യണം. റെഗുലേറ്റർ ഐസിൻ്റെയൊക്കെ ലെഗ് വളച്ച് കൊടുത്തിട്ട് സോൾഡർ ചെയ്തിരിക്കണം. പിന്നെ ഇതെന്തായാലും പുള്ളി കമ്പോണൻറ്റ് വാങ്ങിയിട്ട് അസംബിൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക്
ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടിന്യൂറ്റിയിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഷോർട്ടാണത്, കംപ്ലൈൻറ്റ് അത് കാരണമാണ് 12 വോൾട്ട് കയറി വന്നത്. ഇത് 12 വോൾട്ട് ഇൻപുട്ട് സെക്ഷൻ ഉണ്ടോ, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഷോർട്ടാണ്. സെൻറ്റർ കോമൺ ആണ്. അപ്പോൾ 12 വോൾട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ 12 വോൾട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ മുടികൾ പോയത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു 5 വോൾട്ട് റെഗുലേറ്റർ ഐ സി ആണ്. ഇത് ഞാൻ വേറൊരു ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത 7805 റെഗുലേറ്റർ ഐ സി ആണ്. ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വർക്കിംഗ് ആണ്. മറിച്ച് ഇതിലുണ്ടായിരുന്ന റെഗുലേറ്റർ ഐ സി ആണിത്. ഇത് ഷോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം അതേപോലെ എസ്റ്റിമേറ്റൊക്കെ അറിയുമെന്ന് വിചാരിക്കണു. അതായത് ഇത് നമ്മളെ ഇൻപുട്ട് സെക്ഷനാണ്. 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഔട്ട്പുട്ട് സെക്ഷനാണ്. ഇതിൽ നമുക്ക് 5 വോൾട്ട് വരും. ഇത് നമ്മൾ 12 ഷോർട്ടായത് കാരണം 12 വോൾട്ട് വരുന്നത് നേരെ ഇതിലൂടെ വരും. അത് കാരണമാണ് നമ്മളെ USB മോഡുകൾ പോകാൻ കാരണം. പിന്നെ ഇതിൽ ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട്. ഇതിൽ നമുക്കൊരു ഹീറ്റ് സിങ്ക് വെക്കണം. അതുപോലെ തന്നെ ഒരു 100 മൈക്രോഫാരഡിൻ്റെ ഒരു 25 വോൾട്ടിൻ്റെ ഒരു എക്സ്ട്രാ ഒരു കപ്പാസിറ്റർ ഇതിൽ ആഡ് ചെയ്യണം. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിലുണ്ടായിരുന്ന USB മോഡ്യൂളാണിത്. ഇതിൽ നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ വരേണ്ടതാണ്. ഇതിൽ കമ്പനി കപ്പാസിറ്റർ കൊടുത്തിട്ടില്ല. അത് കാരണം അതിൻ്റെ സപ്പോർട്ടില്ല. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ 2-3 USB മോഡ്യൂൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കണ്ടോ ഇവിടെ ഒരു കപ്പാസിറ്റർ, ഇത് നേരെ 5 വോൾട്ടിൽ നിന്ന് വരുന്ന നേരെ കപ്പാസിറ്ററിലേക്കാണ്. അതുപോലെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന USB മോഡ്യൂൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു USB മോഡ്യൂളാണ് റെക്കമെൻഡ് ചെയ്യാറ്. കാരണം ഞാനിപ്പോൾ Wi-Fi സിസ്റ്റങ്ങളിലൊക്കെ വെച്ച് കൊടുക്കാറ് ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക് പകാരിയുടെ ഒറിജിനലാണ്. ഇതിൽ നമുക്ക് അനൗൺസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ എൻകൗണ്ടർ വോളിയം കൺട്രോളൊക്കെ എക്സ്ട്രാ വരും. മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. ഇത് കുറച്ച് കോസ്റ്റ് കൂടും. ഇത് ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിക്കാറ്. ഇതിലും പകാരിയാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതിൽ മെൻഷൻ ചെയ്തെന്ന് വെച്ചിട്ട് ഒറിജിനൽ ആയിരിക്കില്ല. അത് നമ്മൾ ബ്ലൂടൂത്ത് നമ്മൾ ഫോണിൽ പെയർ ചെയ്യുന്ന സമയത്ത് പകാരിയാന്ന് വരികയാണെങ്കിൽ എന്തായാലും ധൈര്യമായിട്ട് വാങ്ങാം, ഒറിജിനലാണ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു സെറ്റിക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത് ഞാൻ എന്തായാലും ഇതിൽ വെക്കണില്ല. ഇതിൽ ഞാൻ വേറെ ഒന്നാണ് വെക്കണത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഹീറ്റ് സിങ്ക് വെക്കണം. അതുപോലെ തന്നെ ഒരു ഈ ഒരു ബോർഡിൽ നിന്ന് ഇതിലൊന്ന് ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ട് ഇതിൽ ഫിക്സ് ചെയ്യാണ്ട്. അതായത് 100 മൈക്രോഫാരഡിൻ്റെ ഒരു 25 വോൾട്ട് കപ്പാസിറ്റർ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടാവും. ഇതിലേതെങ്കിലും ബോർഡിൽ നിന്ന് എടുക്കുക. അതൊന്നും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങണ്ട, ഒക്കെ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. മൈക്രോഫാരഡിൻ്റെ 25 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. ഇതെന്തായാലും നമുക്ക് നിർബന്ധമാണ്. ഇതൊന്നും ഇതിൽ ഫിക്സ് ചെയ്തില്ല. ഇതിൽ നമുക്ക് ബോർഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കപ്പാസിറ്റർ കൊടുക്കാൻ. അതായത് 7805 ഔട്ട്പുട്ട് സെക്ഷനിലാണ് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഐക്കൺ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പുള്ളി കപ്പാസിറ്റർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ റെഗുലേറ്റർ ഐ സിക്ക് ഒരു ഹീറ്റ് സിങ്ക് വെക്കുന്നുണ്ട്. ഇതെന്തായാലും നിർബന്ധമാണ്. ഇതൊന്നും കാരണം ഹീറ്റാകുന്ന ഒരു കമ്പോണൻ്റാണ് ഈ ഒരു റെഗുലേറ്റർ ഐ സികൾ. ഇതിൽ കുറച്ച് നല്ല കാര്യങ്ങളും ചീത്ത വശങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ആളുകൾ എന്താണെന്ന് അറിയാതെ കുറേ കമൻറ്റ് ചെയ്യും. അത് കാരണം ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോണില്ല. ഇതിലിപ്പോൾ ഈ ഒരു സംഭവങ്ങൾ കപ്പാസിറ്ററും അതുപോലെ തന്നെ ഇത് ശരിക്ക് ഏത് രീതിയിലാണ് ഈ 5 വോൾട്ട് റെഗുലേറ്റർ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രാം ഞാനൊരു വീഡിയോയിൽ കാണിക്കാം. ആ ഒരു മെത്തേഡിലൊന്നും ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ശരിക്കും നിങ്ങൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. കാരണം നമ്മളുടെ മൊബൈൽ ഫോൺ ചില ആളുകൾ കാണാം ഈ ഒരു USB മോഡ്യൂൾ മൊബൈൽ ഫോണൊക്കെ കുത്തിവെക്കും. അപ്പോൾ ഇതുപോലെ റെഗുലേറ്റർ ഐ സിയിൽ ഇതുപോലെ 12 വോൾട്ട് കയറി വന്നാൽ ഒരു ജസ്റ്റ് നമ്മൾ മൊബൈൽ ഫോണൊക്കെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രാം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാം. അതുപോലെ തന്നെ റെഗുലേറ്റർ ഐ സി ഫിക്സ് ചെയ്യുന്ന സമയത്ത് പൊളാരിറ്റി മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇൻപുട്ടും ഔട്ട്പുട്ടും നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം ഫിക്സ് ചെയ്യുക.
അപ്പോൾ നമ്മൾ 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ഐ സി നമ്മൾ റീപ്ലേസ് ചെയ്തു, ഹീറ്റ്സിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ 5 വോൾട്ട് ഔട്ട്പുട്ട് സെക്ഷനിൽ ഞാനൊരു അണ്ടർ പ്യൂരിഫയറിൻ്റെ ഒരു 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ വെക്കുന്നുണ്ട്. അത് നമുക്ക് നിർബന്ധമാണ്. ഇതും പൊളാരിറ്റി മാറാതെ ശ്രദ്ധിക്കണേ. ഷോർട്ടാവണമെന്ന് നോക്കണം. ഷോർട്ടായി കഴിഞ്ഞാൽ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ, അതേപോലെ കപ്പാസിറ്റർ വെച്ചതിന് ശേഷം ഒന്ന് ലെഗുകളൊക്കെ ഒന്ന് വളച്ച് കൊടുക്കുക. നാടെ ഇരുന്നോളൂ. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ എല്ലാം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും മൈന്യൂട്ട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ USB മൊഡ്യൂൾ പോകും. USB മൊഡ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിന് 1 മില്ലി സെക്കൻഡ് മതി ഇത് പോകാൻ. ഞാൻ പവർ ഓൺ ചെയ്യാണ്. ഇപ്പോൾ വർക്കിംഗ് ഓക്കെ ആയിട്ടുണ്ട്. വേറെ സിസ്റ്റത്തിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഇത് റെഗുലേറ്റർ ഐ സി 12 വോൾട്ട് കയറി വന്നത് കാരണം ഇത് പോയതാണ്. ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കപ്പാസിറ്റർ വെക്കണം അത് എന്തിനാന്നുള്ളത് ഞാൻ ഒരു ഡയഗ്രാം കാണിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ USB മൊഡ്യൂളിലേക്കുള്ള കണക്ഷൻ കൊടുക്കാൻ. ഇനി 7805 റെഗുലേറ്റർ ഐ സി ഏത് രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ റെഗുലേറ്റർ ഐ സിയുടെ ഔട്ട്പുട്ടിൽ നമ്മൾ USB മൊഡ്യൂളിലേക്ക് കൊടുക്കാൻ. ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിലൊരു പ്രൊട്ടക്റ്റിനായിട്ട് വേണ്ടിയിട്ട് നമുക്കൊരു 5 വോൾട്ടിൻ്റെ ഒരു സെനർ ഡയോഡ് അതിൽ കാണിച്ചിട്ടുണ്ട്. ഇൻകേസ് 12 വോൾട്ട് അതിൽ ഷോർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ 5 വോൾട്ടിൻ്റെ സെനർ ഡയോഡ് ഷോർട്ടാവും. അതോടുകൂടി 7805ൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഒരു റെസിസ്റ്റർ ഓപ്പൺ ആവും. നമുക്ക് 5 വോൾട്ടിൻ്റെ മേലേക്കുള്ള ഏത് വോൾട്ട് വന്നു കഴിഞ്ഞാലും നമ്മളുടെ USB മൊഡ്യൂൾക്ക് വരില്ല. ഇതിലൂടെ നമ്മളുടെ മൊബൈൽ ഫോൺ നമ്മൾ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ 7805ൻ്റെ ഔട്ട്പുട്ടിൽ ഏത് ഡിവൈസ് കൊടുക്കണുണ്ടോ അത് ഈ ഒരു രീതിയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മൾ മിക്ക ആളുകളും ഈ സെനർ ഡയോഡ് വെക്കാറില്ല, കപ്പാസിറ്റർ വെക്കാറുണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്ററിൻ്റെ ഔട്ടിൽ നിന്ന് കപ്പാസിറ്റർക്ക് വരുന്നു, കപ്പാസിറ്ററിൽ നിന്ന് നേരെ സെനർ ഡയോഡ് 5 വോൾട്ട് വരുന്നു. ആ 5 വോൾട്ട് വരുന്ന ഭാഗത്തേക്ക് ഒരു 5 വോൾട്ട് കഴിഞ്ഞ് 6 വോൾട്ടോ 7 വോൾട്ടോ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പ്രവർത്തിക്കും. അതോട് കൂടിയിട്ട് റെസിസ്റ്റർ ഓപ്പൺ ആവും. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ബോർഡ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് ചെക്ക് ചെയ്യണം, ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കണം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. ഇതുപോലെ കപ്പാസിറ്റർ ഇതുപോലെ വളച്ച് കൊടുക്കണം കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് താഴത്ത് തട്ടാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഇങ്ങനെ വളച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കപ്പാസിറ്ററിൻ്റെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു 5 വോൾട്ട് സെക്ഷന് വേണമെങ്കിലും ഫിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഇവിടെ മൈന്യൂട്ട് സോൾഡറിംഗ് ആണ് യൂസ് ചെയ്യണം, അത് കാരണമാണ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യാത്തത്. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് 5 വോൾട്ട് വരുന്ന കേബിളിൽ എവിടെയെങ്കിലൊക്കെ വെച്ചാലും മതി, ഇവിടെ തന്നെ വെക്കണം എന്നൊന്നുമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ബോർഡിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് കപ്പാസിറ്റർ, പക്ഷേ ഈ കപ്പാസിറ്റർ നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കില്ല. അത് കാരണമാണ് ഞാൻ ഈ ഒരു കപ്പാസിറ്റർ വെച്ചത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫിക്സ് ചെയ്തിരുന്ന ആദ്യത്തെ USB മൊഡ്യൂൾ വേണമെങ്കിൽ ഒന്ന് കൊടുത്ത് നോക്കട്ടോ. ഇനി വർക്കിംഗ് ആകുമല്ലോ, വർക്കിംഗ് ആകാൻ ചാൻസ് ഇല്ല, ഷോർട്ടാണ്. കാരണം ഇവിടെ ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാനില്ല, നമ്മൾ ആ റെഗുലേറ്റർ ഐ സി പോകാനൊന്നും ചാൻസ് ഇല്ല. കാരണം ഇത് ഷോർട്ടായി, ഇത് പോയി, ഇതൊന്നും നോക്കാനില്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചില ആളുകൾ ചിലപ്പോൾ ഫസ്റ്റ് കമൻറ്റിലൊക്കെ അത് തിരുത്താനൊക്കെ വരും. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയണത്. നിങ്ങൾ ഇതുപോലെ USB മൊഡ്യൂൾ അസംബ്ലി ചെയ്യുമ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന USB മൊഡ്യൂളാണ് വെക്കണമെങ്കിൽ ഞാൻ ഈ ഡയഗ്രാമിൽ കാണിക്കുന്ന രീതിയിൽ മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അപ്പോൾ അതുപോലെ ചെയ്തിട്ടില്ല, അതുപോലെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ കാർ സ്റ്റീരിയോ ഒക്കെ അസംബ്ലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ മാത്രമേ ഫിക്സ് ചെയ്യുള്ളൂ. ചിലപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ കപ്പാസിറ്റർ വെച്ചും തരും, പക്ഷേ സെനർ ഡയോഡ് വെക്കാൻ ചാൻസ് ഇല്ല. അത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്ക ആളുകളും ചിലപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ USB എടുത്ത് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട്. അതെന്തായാലും ഈ ഒരു USB മൊഡ്യൂളിൽ നമുക്ക് 5 വോൾട്ട് നമുക്ക് വരിച്ചെങ്കിലും അത് ആംബിയർ ഇല്ലാതെ. ഇപ്പോൾ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 12 1.5 ആംബിയർ ആണ്. അത് എന്തായാലും 1.5 പോയിട്ട് 1 ആംബിയറുള്ളൂ നമുക്കിതിൽ കിട്ടുക. അപ്പോൾ നമ്മളെ മൊബൈൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു
അരമണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യണ മൊബൈലാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂർ, 3 അല്ല ചിലപ്പോൾ 5 മണിക്കൂർ ആയാലും മൊബൈൽ ചാർജ് ആവില്ല. ഇൻകേസ് ഇതുപോലുള്ള ഇപ്പോൾ നമ്മൾ സെനർ ഡയോഡ് ഇല്ലാതെ ഇതുപോലെ നമ്മൾ കൊടുത്തതുപോലെ 12 വോൾട്ട് കയറി വന്നാൽ നമ്മളെ മൊബൈൽ നാശാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ആളുകൾ കമൻറ്റിൽ വരും, ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യാറുണ്ടെന്ന്. പക്ഷേ ഞാൻ കമ്പനി സെറ്റുകളും ബ്രാൻഡഡ് സെറ്റുകളുടെ കാര്യമല്ല പറഞ്ഞത്, ഇതുപോലത്തെ USB മൊഡ്യൂൾ അസംബ്ലി ചെയ്തിട്ട് മൊബൈൽ ചാർജ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം ഫുള്ള് ശ്രദ്ധിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്തു. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പൈനിയറിൻ്റെ സെറ്റ്, നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റങ്ങൾ അതിലൊക്കെ USB വരുന്നുണ്ട്, അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അതിലൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലാകും അതുണ്ടാകുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡയഗ്രാമിൽ കാണിച്ച അതേ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് സേഫാണ്. അതല്ലെങ്കിൽ ഇതുപോലെ റെഗുലേറ്റർ IC ഷോർട്ടാകും, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ 12 വോൾട്ട് ഇതിൽ വരും, നമ്മളുടെ മൊബൈലിക്കും 12 വോൾട്ട് വരും, മൊബൈൽ നാശമാവും. അപ്പോൾ നമുക്ക് ഇതിന് ബാക്കിയൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഒക്കെ സെറ്റാക്കിയിട്ട് ഒന്ന് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഞാൻ പവർ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ട് നോക്കാം, ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ USB വഴിയാണ് ചെക്ക് ചെയ്യുകയാണ്. ഇതിൽ MP3 ഉള്ളതാണ്. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മളെ മെമ്മറി കാർഡാണ്, നമ്മൾ സാധാരണ ഒരു നമ്മളെ SD കാർഡ് ഉപയോഗിക്കുന്ന ഒരു കാർ റീഡറാണ്. പവർ ഓൺ ചെയ്തു. അപ്പോൾ നമ്മളെ വർക്ക് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാണ്. കാരണം ഈ ഭാഗങ്ങളോ ആംപ്ലിഫയറിൻ്റെ സെക്ഷനിലോ ഒന്നും നമുക്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഈ ഒരു USB മൊഡ്യൂൾ റീപ്ലേസ് ചെയ്തപ്പോൾ ശരിയായി. USB മൊഡ്യൂൾ റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ 7805ൻ്റെ റെഗുലേറ്റർ IC നമ്മൾ റീപ്ലേസ് ചെയ്തു. ബാക്കി ഓക്കെ ആയിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്നും USB മൊഡ്യൂൾ പോകാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടിന്. പിന്നെ ഈ ബോഡിയിലൊരു കപ്പാസിറ്റർ ഉണ്ട്. നമുക്ക് ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന USB മൊഡ്യൂളിൽ നമുക്ക് കപ്പാസിറ്റർ ഇല്ല. അതൊക്കെ കണ്ടായിരിക്കും ചിലപ്പോൾ ഇത് പോകാൻ ചാൻസ്. അല്ലാതെ നമുക്ക് റെഗുലേറ്റർ IC ഷോർട്ട് ആയതുകൊണ്ട് എന്തോന്ന് അറിയില്ല. കാരണം ട്രാൻസ്ഫോമർ നമുക്ക് നല്ല രീതിയിൽ തന്നെ 12 വോൾട്ട് കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ ഭാഗം ഒക്കെ ഓക്കെ തന്നെയാണ്. എന്തോ കാരണം കൊണ്ടാണ് അത് പോയത്. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7294 ICയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നല്ല ഓഡിയോ ക്വാളിറ്റി ആയിരിക്കും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കൾട്രോണിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ടാണ് ബ്രിഡ്ജൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല ബാസ്റ്റബിൾ ബോർഡ്, അതേപോലെ തന്നെ ഫിൽറ്റർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് നോയ്സ്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ വോളിയം കൺട്രോൾ ആക്കുന്ന സമയത്ത് നമുക്കവിടെ സ്പീക്കറിൻ്റെ നോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്രയും ഫിൽറ്ററാണ്. നല്ല വർക്കിംഗ് കാര്യങ്ങളാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി ആണ്. പാട്ട് കേൾക്കാൻ തന്നെ ഇതിലൊരു സുഖമാണ്. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു ആംപ്ലിഫയറാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അസംബ്ലിയൊക്കെ ചെയ്ത് തരട്ടെ, കൊറിയർ അയക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ചെയ്തതല്ല. അപ്പോൾ ഗായ്സ്, നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ വിചാരിച്ച പോലെ അതിലത് നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റെഗുലേറ്റർ ICക്ക് ഓൾറെഡി ഹീറ്റ്സിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഇപ്പോൾ കാര്യമായിട്ട് നമ്മളിതിപ്പോൾ വർക്കും വന്നില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറേ ടൈം എടുക്കണം. അതാണ് ഇപ്പോൾ ഒരു 10 മിനിറ്റോ 10 മിനിറ്റ് കൊണ്ടോ ഒതുക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അങ്ങനെ ലെങ്ത്ത് കൂടിപ്പോയി. അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്. मोहब्बत हो गई है तुमसे